morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിന്റെ അടുക്കൽ പിശാച് വന്നിട്ട് പരീക്ഷകൻ വന്ന് പറഞ്ഞു, ഒരു കല്ലിനെ അപ്പമാക്കി തീർക്കാൻ. പക്ഷെ കർത്താവോടെ കല്ലിനെ അപ്പമാക്കി. പകരമായി കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. പിന്നത്തേതിൽ യേശുവിനെ ഉയർന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ. ആക്ച്വലി 91 സങ്കീർത്തനത്തിന്റെ 11 വാക്യം ഇങ്ങനെ പറഞ്ഞു, നിന്റെ വഴികളിലൊക്കെ നിന്നെ കാക്കേണ്ടത്. വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ വിജയത്തിനായിട്ട് നാം എടുക്കുന്ന പദ്ധതികൾ, നാം പ്ലാൻ ചെയ്യുന്ന പ്ലാനുകളെല്ലാം വഴിയെന്നാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ ഒരു വഴി ഉണ്ടാകും, ഈ കാര്യം ചെയ്യുന്നത് മാത്രമേ ഒരു വഴിയുള്ളൂ. നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ പദ്ധതികളെ വഴിയെന്ന് പറയാം. ഇവിടെ വചനത്തിൽ പറഞ്ഞ നിന്റെ വഴികളിലൊക്കെ നിന്നെ കാക്കണം. അതായത് നിന്റെ യാത്രയിൽ നിനക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്തുന്ന സകല മാർഗങ്ങളിലും കർത്താവ് നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് വീഴാതെ വണ്ണം സൂക്ഷിക്കുക, അല്ലെങ്കിൽ വീണാലും പ്രയാസം വരാതെ വണ്ണം സൂക്ഷിക്കുക എന്നതിനപ്പുറത്ത് ആ പിശാചിന്റെ തന്ത്രത്തിൽ വീഴാതെ വണ്ണം ഹല്ലേലൂയ സൂക്ഷിക്കുന്നതാണ് ദൈവിക പ്രമാണം, ദൈവിക പദ്ധതി. അതായത് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ആ ലക്ഷ്യത്തിലേക്ക് കർത്താവ് കുതിക്കുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നതിനെ അതിൽ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവകൃപ. അതേ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ കൃപ വെളിപ്പെടുമ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ വീണു പോകാതെ വണ്ണം നമ്മളെ കാക്കുന്ന ദൈവകൃപ, പിശാചിന് തന്ത്രങ്ങളിൽ വീഴാതെ വണ്ണം. ചിലപ്പോ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ തോൽവികൾ, ചെറിയ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിരിക്കാം. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ യഥാർത്ഥത്തിലെ വീഴ്ച എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കുക, ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് വീണ കൈയും കാലും ഒടിയാൻ ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ അതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തെ അനുസരിക്കാതിരുന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന് വിപരീതമായി നിന്നിട്ട് നിത്യത നഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ ഈ ലോക തന്ത്രങ്ങളിൽ വീണു പോകാതെ കർത്താവിന്റെ വചനത്തിനകത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിത്യതയുടെ ബോധ്യത്തോടെ ഇന്ന് പകൽക്കാലവും ജീവിക്കാൻ, അത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, സഞ്ചരിക്കുന്ന ഓരോ മേഖലകളിലും നിത്യതയുടെ ദർശനത്തോടു കൂടി നിൽക്കാൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.